وعفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. പല കുടുംബങ്ങളിലും ബഹളവും ലഹളയും ഒക്കെ ഉണ്ട്. പലതിൻ്റെയും പിന്നിൽ ചികഞ്ഞന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടോ വലിയ സമ്പത്തുമായി ബന്ധപ്പെട്ടതോ അങ്ങനെയും കാണാൻ കഴിയും. കയറി വരുന്ന മരുമകൾ സ്വന്തം മോളല്ലേ, മകളായി കാണണ്ടേ? ഒരുപക്ഷേ പുതിയാപ്പിളയുടെ ഉമ്മ പറയും, എൻ്റെ മൂത്ത മോൻ കല്യാണം കഴിച്ചപ്പോൾ 100 പവനും കാറും കിട്ടി, എൻ്റെ മൂത്ത മോളെ കല്യാണം കഴിച്ചു വിട്ടത് 100 പവൻ കൊടുത്തിട്ടാണ്. ഇതങ്ങ് കേൾക്കുമ്പോൾ കയറി വരുന്ന പെൺകുട്ടിയുടെ മനസ്സ് വേദനിക്കില്ലേ? അവർ വീട്ടിൽ പോയിട്ട് സങ്കടം പറയും. ചില കുടുംബങ്ങളിലൊക്കെ ഇതിൻ്റെയോ മറ്റോ പേരുള്ളൂ ഭാര്യയും ഭർത്താവും 2 ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അതേ, സ്നേഹത്തിൻ്റെ തകർച്ച, മതബോധത്തിൻ്റെ അഭാവവും അവിടെ നിഴലിച്ച് നിൽക്കുന്നത് കൊണ്ടല്ലേ പ്രധാനമായും ഇതിൻ്റെയൊക്കെ പിന്നിലെ കാരണങ്ങൾ തേടിപ്പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര മനോഹരമാണ്, മാതൃകാപരമാണ് ആ ദാമ്പത്യ ജീവിതം. ലോകത്തെ മുഴുവൻ വധൂവരന്മാർക്കും ഉജ്ജ്വലമായ തിളക്കമാർന്ന ഒരു ജീവിത മാതൃക ഇണക്കത്തിൻ്റെ വണക്കത്തിൻ്റെ ഭക്തിയുടെ നൽകിക്കൊണ്ടാണല്ലോ സയ്യിദന ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ, സയ്യിദന അലി ഇബ്നു അബീ താലിബ് ഈ വധൂവരന്മാരുടെ ജീവിതം ചരിത്രത്തിൽ സ്ഥലം പിടിച്ചത്. അതാ നോക്കൂ, ഫാത്തിമ റളിയല്ലാഹു അൻഹ പിതാവ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടിൻ്റെ മാസങ്ങൾ കഴിഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. രോഗാവസ്ഥയിൽ സ്വന്തം ഭർത്താവിനോട് ആ മഹദി പറഞ്ഞു, എന്നിൽ നിന്ന് എന്തെങ്കിലും വിഷമകരമായ വല്ല അനുഭവം അങ്ങക്ക് ഉണ്ടായിട്ടുണ്ടോ? പൊരുത്തപ്പെടണം എന്നായിരിക്കുമല്ലോ പറയുന്നത്. ഭർത്താവായ അല്ലാഹുവിനു വിങ്ങിപ്പൊട്ടുകയാണ്. എന്താ ഫാത്തിമായി പറയുന്നത്? അങ്ങയെപ്പോലെ ഒരു ഭക്തി ജീവിതം നയിച്ച, അല്ലാഹുവിനെ ഭയപ്പെട്ട മറ്റാരുണ്ട്? അതെ, ഒരു തെറ്റും ഒരു കുറ്റവും ഒരു പോരായ്മയും ഭർത്താവ് എന്ന നിലയിൽ പറയാനില്ല എന്നായിരുന്നല്ലോ പറഞ്ഞത്. അതാ അവസാന നിമിഷം ആ മഹദി ഭർത്താവിനോട് പറയും പ്രധാനപ്പെട്ടൊരു 3 കാര്യം. ഒന്ന്, സ്വന്തം മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. സൈനബ റളിയല്ലാഹു അൻഹയെ മകൾ ഉമാമയെ അങ്ങ് വിവാഹം കഴിക്കണം, അവർ എൻ്റെ മക്കളെ നല്ലപോലെ സംരക്ഷിച്ചു. മറ്റൊന്നെന്തായിരുന്നു? എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ശരീരത്തിൻ്റെ വടിവോ ആകാരമോ ഔറത്തോ കാണുന്ന രൂപത്തിലല്ലാതെ എല്ലാം മറച്ചുകൊണ്ടായിരിക്കും. 3, രാത്രി സമയം ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന പുതിവണ്ണുമാർ, വധുമാർ എല്ലാം ഒന്ന് ശ്രദ്ധിക്കട്ടെ. നമ്മുടെ വീട്ടിലെ കല്യാണങ്ങൾ വരുമ്പോൾ, മരണങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ബർത്ത്ഡേ, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണം, ഈ വിഷയത്തിലൊക്കെ മതനിയമങ്ങൾ മാറ്റിവെക്കുന്ന, അതെവിടേക്കോ ഒരു മൂലയിൽ കൊണ്ടുപോയി മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നിഷ്ടപ്രകാരമാകാം എന്നൊരു നിലവിലേക്ക് നമ്മുടെ ജീവിതം മാറിപ്പോകുന്നുണ്ടോ? മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വിവാഹം വരികയാണെങ്കിൽ അവിടെ പണങ്ങളുടെ ആധിപത്യം, സ്വർണത്തിൻ്റെ ആധിപത്യം, അല്ലെങ്കിൽ പടച്ചവൻ്റെ മതനിയമങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കാതെ രാത്രി സമയങ്ങളിലൊക്കെ എന്ത് കോലാഹലങ്ങളാണ് തലേ ദിവസങ്ങളിലൊക്കെ ഇന്ന് കണ്ടുവരുന്നത്. മദ്യത്തിൻ്റേതായ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ കൂത്താട്ടങ്ങൾ, ഇതിനൊക്കെ മതത്തിൽ എവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അംഗീകാരമുള്ളത്? ഒരു ദിവസത്തെ കല്യാണം പോയി 3ഉം 4ഉം ദിവസവും മഞ്ഞൾ കല്യാണം, മഞ്ഞ കല്യാണം എന്ന് തുടങ്ങി മൈലാഞ്ചി കല്യാണമൊക്കെ തുടങ്ങി എന്തൊക്കെയോ ചില ആഭാസങ്ങളിലേക്ക് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് സഹോദരിമാരോടായി പ്രത്യേകം പറയുകയാണ്. മുസ്ലിം തങ്ങൾ സ്വർഗത്തിൽ കണ്ട ഒരു കാഴ്ച, അവിടെ മുഹാജിരീങ്ങളായ ദരിദ്രനും കുറച്ച് മുഅ്മിനീങ്ങളുടെ കുട്ടികളുമാണ് കാണാൻ കഴിഞ്ഞത്. കുറവ് കണ്ടത് സമ്പന്നന്മാരും സ്ത്രീകളുമാണ്. അതിൻ്റെ കാരണം സമ്പന്നന്മാർ അവരുടെ ധനത്തിൻ്റെ കണക്ക് അവതരിപ്പിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കുക. സ്ത്രീകളാണെങ്കിലോ അമ്മൻ നിസാഉ ഫൽഹുനൽ അഹ്മറാൻ
അസ്ഹബു അൽ ഹരീർ. രണ്ട് ചുവപ്പ് സാധനങ്ങളിൽ അവരെ അശ്രദ്ധമാക്കി, അവർ ജീവിതത്തിൽ ശ്രദ്ധയില്ലാത്തതാക്കി. ഏതാണത്? ഒന്ന് സ്വർണം, ഒന്ന് പട്ടാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ആഭരണ ബ്രഹ്മങ്ങളൊക്കെ നമ്മളെ ചില അപകടത്തിലേക്ക് വരുന്നുണ്ട് എന്ന് സ്ത്രീ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നമ്മുടെ കല്യാണ സദസ്സുകളുടെ സൽക്കാരങ്ങളും ഒരുക്കുന്ന ഭക്ഷണങ്ങളിലേക്ക് ഇന്നത്തെ രീതി എന്താ? എല്ലാം ആർഭാടത്തിനല്ലേ? എല്ലാം അഹങ്കാരത്തിനല്ലേ? ആവശ്യത്തിനാണോ? ഭയപ്പെടേണ്ടതില്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താക്കീതുകൾ ഈ വിഷയത്തിലൊക്കെ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. കമ്മത്ത് റളിയല്ലാഹു ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ തആമിൽ മുതബാരിഈൻ അൻ മുകര, അഹങ്കാരത്തിനായി പവർ നടിക്കാനായി ഒരുക്കുന്ന ഭക്ഷണ സൽക്കാരങ്ങൾ, അതിനെ തൊട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അബൂദാവൂദ് നിവേദനം ചെയ്യുന്നു. ഇമാം മഹല്ലി ഫിഖഹിന്റെ ചർച്ചയിൽ കാണാം, ഒരു സൽക്കാരത്തിന് വലീമത്തിന് ക്ഷണിച്ച ആളുടെ മുറാദു അൽ മുബാഹാത്ത്, മത്സരമാണോ അഹന്ത നടിക്കലാണോ എങ്കിൽ ആ സൽക്കാരം സ്വീകരിക്കേണ്ടതില്ല. അല്ലെങ്കിൽ അവർ വല്ല പ്രസൻറ്റേഷൻ സമ്മാനവും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ ചെല്ലുന്നവർ അത് ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ലജ്ജ കൊണ്ടോ എവിടെയൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കും. ലഅന്നലഹ ഹുക്മൽ തസ്ബി, അതും ഒരു പിടിച്ചുപറിയുടെ സ്ഥാനത്താണല്ലോ വരുന്നത്. മനസ്സറിഞ്ഞുകൊണ്ടല്ലല്ലോ, സന്തോഷം കൊണ്ടല്ലല്ലോ. അതുപോലെ വലീമത്ത് സംഘടിപ്പിക്കുന്നത് മറ്റാരുടെയെങ്കിലും സമ്പത്ത് കൊണ്ടാണോ? ഇതൊക്കെ ഫിഖ്ഹിൽ ചർച്ചയാണ് എങ്കിൽ ആധുനിക വൈവാഹിക വേദികളിലെ സൽക്കാരങ്ങളാണ് സാന്ദർഭികമായി സൂചിപ്പിച്ചത്. വലീമത്ത് സുന്നത്താണ്, പക്ഷേ അതെല്ലാം ആവശ്യത്തിനും ഉപകാരത്തിനുമാകണം. എത്രയോ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കുന്ന എന്തെല്ലാം വിഭവങ്ങളാണ് ഒരുക്കുന്നത്. പലരും പേര് കിട്ടാനാകാം. ബിരിയാണിയും വലിയ വലിയ ഉഷാറുള്ള ഭക്ഷണം ഒരുക്കുന്നവർക്ക് ചിലപ്പോൾ ഉണക്കമീൻ്റെയും വാർത്തകൾ കേൾക്കാറുണ്ട്. എന്തൊക്കെയോ ആരൊക്കെയോ കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ മീനും ഇറച്ചിയും ഒരുക്കൽ തെറ്റ് എന്നല്ല ഇവർ സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ശ്രദ്ധിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദറത്തുൻ വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫിഹാ ഫൽയൻദുർ കൈഫ തഅമലൂൻ ഫത്തഖു ദുനിയ വത്തഖു നിസാ. ദുനിയാവ്, ഭൗതിക ലോകം, അത് പച്ചപ്പുള്ള ഒരു മധുരമുള്ള വസ്തുവാണ്. നിശ്ചയം അല്ലാഹു തആല ആ ദുനിയാവിൽ നിങ്ങളെ പ്രതിനിധികൾ ആക്കിയിരിക്കുന്നു. ഫൽയൻദുർ കൈഫ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹു നിരീക്ഷിക്കുകയാണ്. വല്ലാത്തൊരു പദം തന്നെയാണ്. ഫത്തഖു ദുനിയ, അതുകൊണ്ട് ദുനിയാവിൽ നിങ്ങൾ സൂക്ഷിക്കണേ. ഫത്തഖു നിസാ, സ്ത്രീകളെയും ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. അതെ, ഭൗതിക ലോകത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് തന്നെ ലൈബും വലഹുൻ, ഇത് കുറെ കളി വിനോദങ്ങളുടെ ലോകം എന്നാണ്. പല കളികളും ഇവിടെ നടക്കും. പക്ഷേ നാം പങ്കെടുക്കുന്ന കളികളൊക്കെ നമ്മൾ ജയിക്കണം. ജയിക്കേണ്ടത് വരാനിരിക്കുന്ന ഒരു ലോകത്തെ കളിയാണെന്ന് മുമ്പത്തെ ഒരു വെള്ളി വെളിച്ചത്തിൽ നാം സൂചിപ്പിച്ചെന്നല്ലോ. സൂഫി വര്യൻ കുട്ടികളുടെ മുന്നിൽ പാടിയ ഒരു പാട്ട്. ഇക്കളിയൊന്നും കളിയല്ല, ഇക്കളിയൊന്നും കളിയല്ല, കളിയായുള്ളൊരു കളിയുണ്ട്, മരണം എന്നൊരു കളിയുണ്ട്, മഖ്ബറ എന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്, അങ്ങനെ കളികൾ പലതുണ്ട്. ഒരു സന്ദേശമാണ് പാടിയത്. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ദിനത്തിൽ സുബഹി വരെ ഉറക്കമൊഴിച്ച് മണിക്കൂറുകൾ സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്നില്ലേ? എവിടെ എന്തൊക്കെയോ ആരോ കളിക്കുന്നു, നാം അതിൻ്റെ പേരിൽ ഇവിടെ ഉറക്കമൊഴിയുന്നു. അല്ലാഹു നമുക്ക് തന്ന സമ്പത്ത്, ആരോഗ്യം, ഉറക്കമെന്ന മഹത്തായ അനുഗ്രഹം അത് കഴിച്ചു. എന്നോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ സുബഹി നിസ്കരിച്ചിട്ടാണ് കിടന്നത്. നിസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമുണ്ടെങ്കിലും എത്രയോ ആളുകളുടെ നിസ്കാരം കഥയായി. ഇനി കഥയായില്ലെങ്കിൽ തന്നെ ഈ മണിക്കൂറുകൾ സമയം ഈ ടെലിവിഷൻ്റെ മുന്നിൽ കാത്തിരിക്കുന്നു. എന്തിനാണ്? നമുക്കതിൽ ആത്മീയമായിട്ട് എന്ത് നേടാനുണ്ട് എന്ന് ഒരു വേള ചിന്തിക്കണ്ടേ? അങ്ങനെ നമ്മുടെ സമയങ്ങളും ആരോഗ്യമൊക്കെ വിലപ്പെട്ടതിന് ഉപയോഗിക്കുക. പടച്ചതമ്പുരാൻ നൽകിയ സമ്പത്ത് അള്ളാഹുവിന് പൊരുത്തമുള്ള വിഷയത്തിൽ മാത്രം വിനിയോഗിക്കുക. അള്ളാഹു നമുക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വിവാഹമായാലും മറ്റെന്ത് കാര്യമായാലും പാലിക്കാൻ കൽപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കർക്കശമായി നാം പാലിച്ചിരിക്കും എന്ന ഒരു ഉറച്ച ദൃഢനിശ്ചയം തന്നെ നമുക്കുണ്ടാകണം.
അനുവദനീയമാണെങ്കിൽ തന്നെ കുറ്റത്തിലേക്ക് വീഴുമെന്ന സംശയമുണ്ടെങ്കിൽ അതുപോലും ഒഴിവാക്കലാണ് തഖ്വയുടെ പൂർണ്ണത എന്ന് ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് സൂക്ഷ്മ ജീവിതത്തിനായി വരാനിരിക്കുന്നൊരു ലോകത്ത് അവിടുത്തെ കളിയിൽ പരാജയപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടതാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനകളുമായി നമുക്ക് മുന്നോട്ട് ഗമിക്കാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.